എല്ലാവർക്കും നമസ്കാരം. ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ഈ വിജയം എന്ന് പറഞ്ഞാല്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്താ? മത്സരത്തില് മറ്റൊരാളെ തോൽപ്പിക്കുന്നത്, അല്ലേ? പക്ഷെ ശരിക്കും അതല്ല വിജയം. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് മറ്റൊരാളെ തോൽപ്പിക്കുന്നതിലല്ല, നമ്മൾ നമ്മളെ തന്നെ ജയിക്കുന്നതിലാണ്. അതിനൊരു വഴിയുണ്ട്, ഒരു ക്രിയേറ്റീവായിട്ടുള്ള വഴി. ആ ഒരു യഥാർത്ഥ നേട്ടത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊരുമിച്ചൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു ഐഡിയയാണ് നമ്മളിന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാൻ പോകുന്നത്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. യഥാർത്ഥ വിജയം വരുന്നത് സ്വയം കെട്ടിപ്പടുക്കുന്നതിലൂടെയാണ്, അല്ലാതെ മറ്റൊരാളെ ഇടിച്ചു താഴ്ത്തിയിട്ടല്ല. ശരിയല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിലുള്ള എനർജിയില്ലേ, അതൊരു മെഴുകുതിരി പോലെയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ആ തീ വെച്ച് നമുക്ക് വേറൊരാളുടെ തിരി അണച്ചു കളയാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വഴിക്ക് വെളിച്ചം കൊടുക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വെളിച്ചം കൂട്ടുക? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു സിമ്പിൾ പടം കണ്ടാൽ മതി. ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ശരിക്കും വലിയ ആളാവുന്നത്? അതിന്റെ ഒരു സീക്രട്ട് ഇതിലുണ്ട്. ദാ ഈ വ്യത്യാസം ഒന്ന് നോക്കിയേ. ഒരു വഴി എന്താ? മറ്റൊരാള് വരച്ച വര മായ്ച്ചു കളഞ്ഞിട്ട് എന്റേതാണ് വലുത് എന്ന് കാണിക്കാൻ നോക്കുക. അത് അസൂയയുടെയും വെറുതെ മത്സരിക്കുന്നതിന്റെയൊക്കെ വഴിയാണ്. പക്ഷെ ശരിക്കും ബുദ്ധിയുള്ളവര് പോകുന്ന വഴി അതല്ല. അവര് മറ്റുള്ളവര് എന്ത് ചെയ്യുന്നു നോക്കാനേ പോകില്ല. പകരം അവരവരുടെ വര ഇത്രയും വലുതാക്കി വരയ്ക്കും. പിന്നെ അതിന്റെ മുന്നിൽ ഒന്നുമല്ലാതായി പോകും. എപ്പോഴും ഓർത്തോ, വിജയത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതാണ്, നശിപ്പിക്കുന്നതല്ല. ഓക്കെ, അപ്പം നമ്മുടെ സ്വന്തം വളർച്ചയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ്, അതെങ്ങനെയാണ് വിജയത്തെ ബാധിക്കുന്നതെന്ന് നോക്കിയാലോ? അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. അതായത്, അടിയും പിടിയും വേണോ അതോ ഒരുമിച്ച് നിൽക്കണോ എന്നുള്ളത്. ഇതൊരു സിമ്പിൾ ഐഡിയ ആണ്, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്തുണ്ടാവും? വേദനയല്ലാതെ വേറെ വല്ലതും കിട്ടോ? ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് ആ രണ്ട് കൈകളും ഒരുമിച്ച് ചേർന്നാലോ, അതിന്റെ ശക്തി എത്രയോ ഇരട്ടിയാവും. അടിയുണ്ടാക്കുമ്പോൾ നമ്മൾ പുറകോട്ടേ പോകൂ, പക്ഷെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് മുന്നോട്ട് കുതിക്കാം. അതാണൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു പവർ. ഇനി നമ്മൾക്കെല്ലാവർക്കും കുറച്ചൊക്കെ പേടിയുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലോ? പരാജയം, അല്ലേ? പക്ഷെ കേട്ടോളൂ, നമ്മുടെ അടുത്ത പ്രിൻസിപ്പിൾ ചിലപ്പോൾ പരാജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തയെ മാറ്റിയേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, പരാജയമെന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല. അത് വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ഒരു ബോർഡ് മാത്രമാണ്. ഒരു തവണയല്ല, 1000 തവണ. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1000 തവണ തോറ്റുപോയാൽ പിന്നെന്താ? 1000 തവണ തോറ്റാലും വേണ്ടില്ല, എന്റെ ലക്ഷ്യം വിട്ട് ഞാൻ പിന്നോട്ടില്ലാന്ന് പറയുന്നവനാണ് ശരിക്കുള്ള പോരാളി. ശരിക്കും പരാജയം വരുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, അല്ലേയല്ല. അത് വരുന്നത് നമ്മളെ എത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി തരാനാണ്. നമ്മുടെ ക്ഷമയെയും ഉറച്ച മനസ്സിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ഓരോ തവണ വീഴുമ്പോഴും നമ്മൾ കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കും. ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പാണ്, അത്രേ ഉള്ളൂ. അപ്പോ ഈ തോൽവികളെയൊക്കെ മറികടന്ന് മുന്നോട്ടു പോകാൻ നമുക്കേറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? ക്ഷമ. അതെ, നമ്മുടെ അവസാനത്തെ പ്രിൻസിപ്പിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് സത്യമാവില്ല. ഇപ്പൊ നോക്കൂ, നമ്മളൊരു മാവിൻ തൈ നട്ടാൽ പിറ്റേ ദിവസം തന്നെ അതിൽ നിന്ന് മാങ്ങ പറിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? നമ്മൾ എല്ലാ ദിവസവും അതിന് വെള്ളമൊഴിക്കണം, വളമിടണം, അതിനെ നന്നായി നോക്കണം, പിന്നെ ക്ഷമയോടെ കാത്തിരിക്കണം. കുറേ കാലം കഴിയുമ്പോൾ ആ മരം നിറയെ മാമ്പഴം തരും. നമ്മുടെ ലക്ഷ്യങ്ങളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക, ചെയ്യുന്ന കാര്യത്തിലൊരു വിശ്വാസം വെക്കുക, പിന്നെ കുറച്ച് ക്ഷമിക്കുക. ഉറപ്പായിട്ടും വിജയം നിങ്ങളുടെ കയ്യിലെത്തും. അത് ഷുവറാണ്. അപ്പോ നമുക്ക് കിട്ടിയ വഴികൾ ഇതൊക്കെയാണ്. 1. നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. 2. മറ്റുള്ളവരുമായി സഹകരിച്ച് നിങ്ങളുടെ പവർ കൂട്ടുക. 3. തോൽവി വരുമ്പോൾ പേടിക്കരുത്, അതിൽ നിന്ന് പഠിക്കുക. 4. ക്ഷമയോടെയും വിശ്വാസത്തോടെയും നിങ്ങളുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കുക. ഓർക്കുക, ഇതൊന്നും വെറും വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിവുള്ള ടൂൾസാണ്. ഇപ്പൊ നിങ്ങൾ ഈ 4 കാര്യങ്ങളും കേട്ടല്ലോ. ഇത് വെറുതെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയരുത്. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ ഇതിൽ ഏത് പ്രിൻസിപ്പിളിന് കഴിയും? ആ ഒരൊറ്റ കാര്യത്തിൽ പിടിച്ച് നിങ്ങളുടെ യഥാർത്ഥ വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ വെച്ചാലോ?